കേരള ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ ജില്ലാ ടൂറിസം വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് ഒരു ഏകദിന ശില്പശാല ഈ വരുന്ന ജൂലൈ 7-ാം തീയതി തൃശ്ശൂർ കളക്ടറേറ്റില് അനക്സ് ഹാളിൽ വെച്ച് നടത്തുകയാണ്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമുക്കറിയാം, നമ്മുടെ തൃശ്ശൂർ ജില്ലാ കളക്ടർ ശിഖ മേഡം ടൂറിസത്തിന്റെ ഡയറക്ടറും കൂടിയായിരുന്നു. വളരെ അനധികൃതമായിട്ടുള്ള ഹോം സ്റ്റേകൾ ധാരാളം പേര് ബോർഡ് വെച്ചിട്ട് സർക്കാരിന്റെ അംഗീകാരമില്ലാത്ത ഹോം സ്റ്റേകൾ നടത്തുന്നുണ്ട്. ഇത് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള ഹോം സ്റ്റേകൾക്കാണ് ശരിക്കും കേരളത്തിൽ അത് അംഗീകാരമുള്ളത്. അല്ലാത്ത ഹോം സ്റ്റേകളൊക്കെ പിടിക്കാനായിട്ടുള്ള പോലീസിന് എന്തോ ഇൻഫോം കിട്ടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അൺഓതറൈസ്ഡ് ആയിട്ട് നടക്കുന്ന ഹോം സ്റ്റേക്കാർക്ക് ലീഗലായിട്ട് ഇത് നടത്തിക്കൊണ്ടുവന്നതിനുള്ള അവയർനെസ് ക്ലാസ് ആണ് നടക്കുന്നത്. പുതിയതായിട്ട് ഈ മേഖലയ്ക്ക് എന്താണ് ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ കൺസെപ്റ്റ് അറിയാത്ത ഒത്തിരി ആളുകളുണ്ട്. ഇന്ന് കേരളത്തിൽ ടൂറിസം രംഗത്ത് ധാരാളം വരുമാന സാധ്യതയുള്ള ഒരു മേഖലയാണ് ഹോം സ്റ്റേ. ഞങ്ങളൊക്കെ ഈ മേഖലയിൽ വളരെ 10, 15, 16 വർഷമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ച് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന രീതിയിലേക്ക് ഞങ്ങൾ ജീവിക്കുന്ന, ഞങ്ങളുടെ ഭാര്യയും മക്കളും ഒക്കെ ജീവിക്കുന്ന വീട്ടിൽ ടൂറിസ്റ്റുകളെ താമസിപ്പിച്ച് ഞങ്ങൾക്ക് ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഈ പോളിസി തന്നെ, ഹോം സ്റ്റേ എന്ന് പറഞ്ഞ പോളിസി. അത് പ്രാവർത്തികമാക്കിയ ആളുകളാണ് ഞങ്ങളൊക്കെ തന്നെ. ഇത് ഞാൻ ഇതിന്റെ ആർട്സിന്റെ ജില്ലാ പ്രസിഡന്റാണ് പുഷ്പാങ്കർ. എൻ്റെ വലതുഭാഗം ഇരിക്കുന്നത് ഷാജൻ സാറ്. അദ്ദേഹം സ്കൂൾ മാഷായിരുന്നു. ഗുരുവായൂരിൽ നല്ല രീതിയിൽ ഹോം സ്റ്റേ നടത്തി വരുന്നതാണ്. അടുത്ത ഭാഗത്തുള്ള ജോബി കുറെ വിദേശങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി വന്നിട്ടും അദ്ദേഹത്തിന്റെ എൽത്തുരുത്തിലുള്ള ഹോം സ്റ്റേ നല്ല റേഞ്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിശ്വസ്ത വരണം. ഇന്നലെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് പോലും ഇന്നലെ ഒരു ഹോം സ്റ്റേ അന്വേഷിക്കുക ചെയ്ത്. ഇന്ന് റെസ്റ്റ് എടുക്കുന്ന ദിവസമാണ്. അപ്പൊ അവർക്കും മകൾക്കും അമ്മയ്ക്കും താമസിക്കാനായിട്ട്, സെക്യൂരായിട്ട് താമസിക്കാനായിട്ട് ഹോം സ്റ്റേ വേണമെന്ന് കമ്പലയിൽ പറഞ്ഞു. അപ്പൊ അത്തരം, അതായത് അവർക്ക് അത്ര പ്രൊട്ടക്ഷൻ ഉണ്ട്. അതൊരു സെക്യൂരിറ്റി പോലും ഇല്ലാതെ ആ വീട്ടിൽ വന്ന് താമസിക്കാനുള്ള അവരുടെ താല്പര്യമാണ് ഇന്നലെ അത് കാണിച്ചത്. അപ്പൊ ധാരാളം അവസരങ്ങളുണ്ട്. പക്ഷെ നമുക്കറിയാം, കുറേ വീടുകളൊക്കെ തന്നെ മക്കളൊക്കെ വിദേശത്തും അച്ഛനും അമ്മയും വീട്ടിലായിട്ട് ഇരിക്കുകയാണ്. അവിടെ അവർക്കൊരു എൻജോയ്മെന്റ് ആയി, അവരെപ്പോഴും ലൈവായി, അവർക്ക് വരുന്ന ഗസ്റ്റുകളെ അവരുമായി ബിഹേവിങ് അവരുടെ ലൈഫിൽ തന്നെ വലിയൊരു എൻജോയ്മെന്റ് ആണ്. വരുമാനവും കിട്ടുന്നു. അവർക്ക് ഫുഡ്, ഞങ്ങളെ സംബന്ധിച്ച് പറയുന്നത്, ഞങ്ങൾ ഹോംലി ഫുഡാണ് കൊടുക്കുക. ആ ഹോംലി ഫുഡിനാണ് ആളുകൾ വരുന്നത്. അതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് പറയുന്നത് നമ്മുടെ കേരളക്കാർ മാത്രമല്ല, തമിഴ്നാട്ടുകാരുണ്ട്, അറബികളുണ്ട്, മറ്റ് സംസ്ഥാനത്ത് നിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശീയ വരെ ആളുകൾ എത്തുന്നുണ്ട് ഞങ്ങളുടെ ഹോം സ്റ്റേയിൽ. അപ്പൊ അവരെയൊക്കെ അതിലുള്ള നിയമവശങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ഫോറിനർ വന്നാൽ, ഇന്ത്യയിൽ എത്തിയാൽ, നമ്മുടെ ഹോം സ്റ്റേയിൽ താമസിപ്പിച്ചാൽ അത് ഒഫൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഫോം പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്, അത്തരം ക്ലാസ്സുകളും ഇതിൽ നടക്കുന്നുണ്ട്. ഇനി ഇത് പ്രാരംഭഘട്ടത്തിൽ ഇവർക്ക് തുടങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് സാമ്പത്തിക സഹായം എവിടെ നിന്ന് കിട്ടും എന്നുള്ളതിന് ബാങ്കിന്റെ ക്ലാസ് ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ ഒരു 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ നമ്മൾ ഈ പ്രസ് കോൺഫറൻസ് നടക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ളത് ഈ 2 പ്രാവശ്യം സംഭവിച്ചത്. നിങ്ങളോട് റിക്വസ്റ്റ് ആണ് ഹംബ്ലി, അതില് കോണ്ടാക്ട് നമ്പർ നിങ്ങൾ ആരും വെക്കാത്തതുകൊണ്ട് ആ 2 പ്രസ് കോൺഫറൻസും ഞങ്ങൾക്ക് ഫെയിലിയറായി. ആർക്കും അറിയുന്നില്ല ഇത് ആരെ കോണ്ടാക്ട് ചെയ്യണം, എവിടെ. അവര് പലയിടത്തും വിളിച്ചു കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ കളക്ടർ, ഞാൻ പറഞ്ഞു, ടൂറിസത്തിന്റെ ഡയറക്ടറും കൂടിയായിരുന്നു. ടൂറിസത്തിന് നല്ല താല്പര്യം എടുക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട്
ഈ ഹോം സ്റ്റേ സംരംഭം നാട്ടിലെ ധാരാളം പേർക്ക് വരുമാന സ്രോതസ്സാണ് എന്ന് പറയുക കൂടിയാണ് ഞങ്ങളുടെ ഇതിന്റെ ലക്ഷ്യം. ഞങ്ങൾ വിജയിച്ചു, ഞങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇനിയും കൂടുതൽ ആളുകൾ ഈ രംഗത്തേക്ക് വരികയും ഇത് എന്താണ് ഹോം സ്റ്റേ എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുകയാണ് ഈ പരിശീലന ശില്പശാലയുടെ ഉദ്ദേശം. തൃശ്ശൂർ ജില്ലയിലെ 88 ഹോം സ്റ്റേ ഉണ്ട് നിലവിൽ. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അപ്രൂവലുള്ള 88 ഹോം സ്റ്റേ ഉണ്ട്. ടൗണ് മാത്രമല്ല, ടൗണിൽ നമുക്ക് ഏകദേശം ഇദ്ദേഹം ടൗണുമായി ബേസ് ചെയ്ത് നിൽക്കുന്നതാണ്. ഞാൻ അതിരപ്പള്ളിക്കാരനാണ്, ഇദ്ദേഹം ഗുരുവായൂരുകാരനാണ്. അപ്പോ അത് കുറെ കൂടി ഏകദേശം 10-25 പേര് 20 മീതിയുണ്ട് തൃശ്ശൂരിൽ മാത്രം. അത് ഞങ്ങൾ ഡെസ്റ്റിനേഷൻ കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തൃശ്ശൂർ ബേസ് ചെയ്തിട്ട് തിരുവല്ലാമല മുതൽ ചേർപ്പ് വരെ, അല്ല ഇരിഞ്ഞാലക്കുട വരെയുള്ളത് ഒരു ഡെസ്റ്റിനേഷൻ കമ്മിറ്റിയാണ്. ചാലക്കുടി മലക്കപ്പാറ വരെ ഒരു ഡെസ്റ്റിനേഷൻ കമ്മിറ്റി, ഗുരുവായൂർ ചാവക്കാട് തുടങ്ങിയിട്ടുള്ള വേറൊരു ഡെസ്റ്റിനേഷൻ കമ്മിറ്റി, വാടാനപ്പള്ളി തുടങ്ങി അങ്ങോട്ടുള്ളത് വേറെ ഡെസ്റ്റിനേഷൻ കമ്മിറ്റിയാണ്. അത് ഫീസ് എന്ന് പറയാൻ പറ്റില്ല, ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇത് മറ്റുള്ള ക്ലാസ് അവർക്ക് ഉച്ചയ്ക്ക് നോൺ വെജ് അടക്കമുള്ള ഭക്ഷണമുണ്ട്, 2 നേരം ചായയും സ്നാക്സും ഉണ്ട്. പിന്നെ ഇതേമാതിരി ബ്രോഷർ, പേന, അങ്ങനെയുള്ള അതിന് വരുന്ന ഒരു ഇതാണ് നമ്മൾ ഈടാക്കുന്നത്. ഫുൾ ഡേ ക്ലാസ് ആണ്, ഫുൾ ഡേ കാലത്തൊട്ട് വൈകുന്നേരം വരെ 250. ഉച്ചയ്ക്ക് നോൺ വെജ് അടക്കമുള്ള ഭക്ഷണമാണ് നമ്മൾ അറിയുന്നത്. ഇതിന്റെ ക്ലാസിഫിക്കേഷൻ സാറ് ചോദിച്ചാൽ എനിക്കറിയാം. ക്ലാസിഫിക്കേഷൻ ടൂറിസം വകുപ്പാണ് കൊടുക്കുന്നത് കേട്ടോ. 3 തരത്തിലാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ. ഡയമണ്ട്, ഗോൾഡ്, സിൽവർ, 3 എണ്ണമാണ്. അത് അവർ വന്ന് ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് അത് വാല്യൂ ചെയ്യും. വാല്യൂ ചെയ്തിട്ട് അതിനനുസരിച്ചാണ് ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നത്. അതിന്റെ രജിസ്ട്രേഷനൊക്കെ നമുക്ക് നടത്തുന്നുണ്ട്. ഇഷ്ടംപോലെ ഓൺലൈനിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് വരുന്നതാണ്. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ മൊത്തം വംശക്കാരെ ബാധിക്കുക. അതാണ് ഞങ്ങളിപ്പോ ക്ലാസ് കൊടുക്കാൻ തന്നെ 4-ാമത്തെ ക്ലാസ്സാണ്. 2 പ്രാവശ്യം നമ്മുടെ കൃഷ്ണ തേജസ്സിലെ പ്രാവശ്യം നടത്തി. പിന്നെ PWD ഹോളില് ഒരെണ്ണം നടത്തി. ഇത് 3, പിന്നെ ഒരെണ്ണം ഗുരുവായൂർ നടത്തി. നമുക്കൊരു 400 പേർക്കോളം ക്ലാസ് കൊടുത്തു. കുറെ പേർക്ക് തുടങ്ങാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ടൂറിസം കൾച്ചർ നമുക്ക് ഇവിടെ നടത്താനുള്ള ഒരു അവസരം ഉണ്ട്. പക്ഷെ നമുക്ക് പ്രായോഗികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം പലർക്കും ഇത് അറിയില്ല. ഈവൻ ഇതിന്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിനോ പഞ്ചായത്തിനോ റെസിഡൻസ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പോയാൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പൊ ആൾക്കാരെന്ത് ചെയ്യണം, അത് കിട്ടാത്തതുകൊണ്ട് അതില്ലാത്ത രീതിയിൽ നടത്തുന്നു. അതുകൊണ്ട് പ്രശ്നം. ഇന്നലെ എന്റെ കൗൺസിലറാണ് വിളിച്ചിട്ട് പറഞ്ഞത്, ഇതെങ്ങനെയാണ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുക. നിസ്സാര കാര്യമാണ്. റെസിഡൻസ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ കൊടുക്കണം. അവർ കൊടുക്കുന്നില്ല. അത് കൊടുക്കാതെ ആകുമ്പോൾ ഇവരെന്ത് ചെയ്യണം, ഇത്രയും പൈസ ചെലവാക്കിയതല്ലേ തുടങ്ങുന്നു. അവിടെ വല്ല ഇഷ്യൂസ് വരുമ്പോഴാണ് നമ്മൾ മൊത്തം ഹോം സ്റ്റേനെ ബാധിക്കുന്നത്. ഹോം സ്റ്റേയിൽ ഉണ്ടായിരുന്നാണല്ലോ പേപ്പറിൽ റിപ്പോർട്ട് വരെ. അപ്പൊ നമുക്കത് നല്ല രീതിയിൽ, ഞാൻ 2008 തുടങ്ങിയിട്ടുള്ള ഹോം സ്റ്റേ, ആദ്യത്തെ ഗുരുവായൂരത്തെ ഹോം സ്റ്റേ ആണ്. സാറും ആ സമയത്ത്, ഇവരൊക്കെയാണ് ആ സമയത്ത് തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. നമുക്കൊക്കെ നല്ല, അന്ന് ഇത് തുടങ്ങുമ്പോൾ നാട്ടിലാൾക്കാർ എന്നെ കളിയാക്കിയിരുന്നതാ, നിന്റെ വൈഫ് ചെറുപ്പല്ലേ, ഞാനും ചെറുപ്പല്ലേ, അപ്പൊ പുറത്തുനിന്ന് ആൾക്കാർ വന്ന് താമസിച്ചാൽ ശല്യാവില്ല. ഇതുവരെ നമുക്ക് ഇന്നേ വരെ ഒരു ബാഡായിട്ട്, നമ്മളെങ്ങനെ ജീവിക്കുന്നു അതിനനുസരിച്ച് തന്നെയല്ലേ കസ്റ്റമറും നിൽക്കുള്ളൂ. നമുക്കൊരു ബാഡ് ഉണ്ടായിട്ടില്ല. അപ്പോ ആ കൾച്ചർ അന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പലരും കളിയാക്കിയിരുന്നു. ഇന്ന് അവരൊക്കെ എങ്ങനെ തുടങ്ങാന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തി. പിന്നെ ഇൻകൊണ്ട് അപ്പൊ അത് നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കുക. പിന്നെ സൈറ്റ് സീൻ നമ്മള് വണ്ടി ഏൽപ്പിച്ച് ചിലവര് അതിന് ഇപ്പൊ സാറൊക്കെ ടൂർ ചെയ്യുന്ന ആളാ, പാക്കേജ് ചെയ്യുന്ന ആളാ, അതിരപ്പള്ളി ടൂർ പാക്കേജ് ചെയ്യുന്ന ആളാ. നമ്മള് ഒരു ഡ്രൈവറിനൊക്കെ ഏൽപ്പിച്ച് ഒരു 7 ദിവസത്തെ ട്രിപ്പ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഒരു പ്ലാൻ കൊടുത്തിട്ട് നമ്മൾ ഹോം സ്റ്റേസ് തന്നെ കൊടുക്കും. അപ്പൊ അങ്ങനെ കയറി പോകും. ഇതിലൊന്നുള്ളത് ഈ ടൂറിസ്റ്റുകൾ വരുമ്പോൾ പിന്നെ അവരോട് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാന്ന് അതാണ് നമുക്ക് ഈ ക്ലാസ് കൊണ്ടുള്ളത്. അതായത് ഒരു ഹോസ്പിറ്റാലിറ്റി കൊടുക്കണം. നമ്മൾ എത്ര ചിലപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു കൃഷിക്കാരനാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ഇൻകം ഉള്ള ആളുകളൊക്കെ ആവും ചിലപ്പോൾ നമ്മുടെ ഗസ്റ്റ്. പക്ഷെ അവര് നമ്മുടെ അതിഥിയാണല്ലോ. ആ അതിഥിയോട് എങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്.
ഞങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾ വരുന്നപ്പോൾ ഞാനും ഭാര്യയും മക്കളുമാണ് ഞങ്ങൾ ചെയ്യും. ഇവരൊക്കെ അങ്ങനെ തന്നെ ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഈ വരുന്നത്. എല്ലാവരും താമസിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അവർക്ക് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മക്കളൊക്കെ പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ഇതുവല്ല ടൂറിസ്റ്റുകൾ വന്ന് ഒരു പ്രശ്നവുമില്ല. അവരൊക്കെ ഞങ്ങളുമായിട്ട് ഒരു കുടുംബ ബന്ധമായിട്ടാണ്. അവരുടെ അടുക്കളയിൽ കയറി വരും, ഞങ്ങളോടൊപ്പം ചപ്പാത്തി ഉണ്ടാക്കാൻ സഹായിക്കും. അതൊക്കെ ഞങ്ങൾ കറി ചിലത് അവരുടെ ഇഷ്ടത്തിനുള്ള കറി ഉണ്ടാക്കാൻ ഞങ്ങളുടെ കൂടെ സഹായിക്കും. അപ്പൊ അവര് ഹോം ഡിപ്പെൻഡ് അവർ പോയി കഴിഞ്ഞാൽ ഞങ്ങളെ കുറിച്ച് ധാരാളം കമന്റ്സ് അവര് കിട്ടുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ മാർക്കറ്റിംഗ്. ഒരു വൃത്തിയുള്ള റൂം എന്നുള്ള കോൺസെപ്റ്റ് അല്ല കൂടുതൽ. നമുക്ക് പണ്ടൊക്കെ നമുക്ക് ഒരു ഹോട്ടലിൽ റൂം എടുക്കുമ്പോൾ ഏറ്റവും വൃത്തിയുള്ള റൂം അത് മാത്രമേ ഉള്ളൂ. ഈ വരുന്ന ആളുകൾ പണ്ട് എനിക്കൊക്കെ ആദ്യം വിദേശികളും അറബികളും മാത്രം വന്നിരുന്നത്, ഡൊമസ്റ്റിക് കസ്റ്റമർ ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മളെ ഇപ്പൊ കോട്ടയത്ത് നിന്നാണെങ്കിൽ ഒരാൾ വരുമ്പോൾ ഹോം സ്റ്റേ ആണ് ചെക്ക് ചെയ്യണം. ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ നല്ല ഫുഡ് കിട്ടും. നല്ല ഫുഡ് മീൻസ് വേറെ കളർഫുള്ളാത്ത, അവർക്ക് ലൈവായിട്ട് കാണാം. ഹോട്ടലിലെ പോലെയല്ല. സ്റ്റേ പിന്നെ പ്രൈവസി ഉണ്ട്, സേഫ്റ്റി ഉണ്ട്, അതൊക്കെയാണ് അവർ നോക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും നല്ല റൂം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളെ കിട്ടും. ആളെ കിട്ടില്ല. നമുക്ക് റിവ്യൂസിൽ തന്നെ എഴുതിയിട്ടുണ്ട്, നമ്മുടെ പേരെന്നെ എടുത്ത് എഴുതിയിട്ടുണ്ട് അവര്, നല്ല ഫുഡായിരുന്നു. എനിക്കൊരു 350 റിവ്യൂസ് കിടക്കുന്നുണ്ട്. 5 സ്റ്റാർ റിവ്യൂല് 4.6 ഒക്കെ വന്നു നിൽക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് അവരെ മൈൻഡിൽ ഉദ്ദേശ കാര്യം നടന്നില്ലെങ്കിൽ 1 സ്റ്റാർ ഇടുകയും ചെയ്യും. അപ്പൊ നമ്മളെ റിവ്യൂ പെട്ടെന്ന് എവിടേക്കും. എന്റെ പേര് ഷാജൻ, ഗുരുവായൂരാണ് വീട്. PD ഷാജൻ. അതുപോലെ തന്നെ ഷാറിന്റെ പേര് പുഷ്പാങ്കതൻ. എന്റെ പേര് ജോബി. ജോബി. ഞാൻ പ്രസിഡന്റ്. ഷാജൻ സാറ് ജോബി ജേക്കബ്. ഇതില് ഞാൻ പറയുന്നത് വെച്ചാല് നമുക്ക് ഒരു നല്ല ഇൻകം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നല്ല ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നമ്മൾ സർപ്രൈസ് ആയിട്ട് പോലും ആൾക്കാർ വിചാരിച്ചത് എന്താണെന്ന്. ഈ ഹോം സ്റ്റേന്ന് കഴിഞ്ഞ മാസത്തെ എന്റെ വരുമാനം 4,82,000 രൂപയാണ്. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്താണ് ഇതിന്റെ. അതാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. എന്നാലോചിച്ച് എന്ത് ബിസിനസ് ചെയ്തിട്ട് നമ്മുടെ നാട്ടിൽ ഒരു അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ നമുക്ക് ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ ജീവിക്കുന്ന വീടിനെ വിദേശികളും സ്വദേശികളും നമ്മുടെ നാട്ടുകാർക്കും ഒക്കെ ഒരു താമസ സൗകര്യം ഒരുക്കി നമ്മൾ കൊടുക്കുന്ന ഫുഡ് അവര് അതുകൂടി മാർക്കറ്റ്. ഞാൻ പറഞ്ഞില്ല, ഇത്രയും 5 മലയാള സിനിമ പിടിച്ചു എൻ്റെ ഹോം സ്റ്റേയിൽ. അപ്പൊ അത്രയ്ക്കും ആ റേഞ്ചിലാണ് ഞങ്ങളുടെ ഹോം സ്റ്റേകളെ കാണുന്നത്. അത്തരത്തിലേക്ക് നമ്മുടെ സാധാരണക്കാര് വിദേശത്ത് പോയിട്ടുള്ള മക്കള് വീട്ടിലുള്ള കാരണന്മാർക്ക് ഒരു ഇൻകം ഉണ്ടാക്കുക, അവർക്കും ഉണ്ടാവാവുന്ന ഒരു രീതിക്ക് ഈ ഹോം സ്റ്റേ ഉണ്ടാകണം. ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾ പലപ്പോഴും ചോദിക്കും ഞങ്ങളോട്, നിങ്ങൾ ഹോം സ്റ്റേ നടത്തുന്നത് നിങ്ങൾക്ക് ഇതൊരു എഗൻസ്റ്റ് ആയിട്ട് വരില്ലേ, വേറെ കൂടുതൽ വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ സ്റ്റേറ്റ് ബേസിൽ തന്നെ തീരുമാനം ധാരാളം വരട്ടെ ആളുകൾക്ക്. അതനുസരിച്ച് ബിസിനസ്സും ഉണ്ട്. ഞാൻ ചെറിയൊരു രീതിയിൽ തുടങ്ങി വെച്ച ഈ സംരംഭം ഇന്ന് നമുക്ക് എത്തിപ്പെടാൻ പറ്റത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഈ ഹോം സ്റ്റേ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ കൊണ്ട് കഴിയാവുന്നത് മാർക്കറ്റിംഗ് എങ്ങനെയാ മാർക്കറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയും. ഇത് ജനങ്ങളെ അറിയട്ടെ, ഇങ്ങനെ സാധ്യതയുള്ള ഒരു ഇതാണ്. ആ അവസരം യൂട്ടിലൈസ്. തുടക്കത്തിൽ ഞങ്ങൾ തുടങ്ങുമ്പോൾ അത് എനിക്ക് മാത്രം ബെനിഫിറ്റ് ആണെന്നാണ് ആളുകൾ കരുതിയിരുന്നത്. ഇപ്പൊ അതിനോടനുബന്ധിച്ച് ഞാൻ ചെറിയ ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന്റെ ഒരു ഏരിയയും കൂടി ഉണ്ട്. ഇപ്പൊ കല്യാണം നടത്തണമെങ്കിൽ ഒരു 600 പേരോ കല്യാണം നടത്താം. പൂക്കാരൻ തൊട്ടിട്ട് ടാക്സി, ഇവന്റ് നടത്തുന്ന ആള്, ഫുഡിന്റെ ആള്, മാല വെക്കര ആള്, എന്തിനാ പറയണേ, അവിടെയുള്ള ഓട്ടോറിക്ഷക്കാര് എല്ലാവരും അവിടെ ഡെവലപ്പ് ചെയ്ത് വരിക. തന്നെ എനിക്ക് റൂം തയ്യുന്നില്ല. അപ്പൊ ഞാനിപ്പോ ഇതുപോലെ ക്ലാസ് കൊടുക്കുന്ന ആൾക്കാരെ കൊണ്ടൊക്കെ അവിടെ റൂം തുടങ്ങിയത്. എനിക്ക് 100 ആൾക്കൊക്കെ അക്കോമഡേഷൻ മിനിമം വേണം. അപ്പൊ ലോഡ്ജുകൾ താല്പര്യമില്ല ആൾക്കാർ. പിന്നെ ഇത് ഗ്യാദർ ചെയ്യാൻ എളുപ്പം കുടുംബത്തിൽ തന്നെ, വീട്ടിലല്ല. മറ്റേ ലോഡ്ജിൽ ഓരോ റൂമിലല്ലേ ഇരിക്കുന്നത്. അപ്പൊ ആളുകൾക്ക് ഇങ്ങനത്തേക്ക് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമുക്കിത് നമ്മുടെ നാട്ടില് വർദ്ധിക്കണം എന്നാണ് ഞങ്ങളുടെ ചിലപ്പോൾ കച്ചവടം കുറച്ച് കുറയാം, എന്നിരുന്നാലും ഇത് നന്നായിട്ട് വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മുടെ ക്ലാസ്. ആദ്യം അങ്ങനെയായിരുന്നു എല്ലാവരും തുടങ്ങുമ്പോൾ ഞങ്ങളോട് ചോദിച്ചിരുന്നത്. പക്ഷെ ആളുകൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പിരിവെട്ടി നടക്കുക, പച്ചല് പറഞ്ഞു കഴിഞ്ഞാൽ പിരിവെട്ടി നടക്കുക തലയിൽ. കാരണം എല്ലാവരും ടെൻഷനാണ്. എല്ലാവരും ഉദ്ദേശിക്കുന്നത് കാട്ടിന്റെ ഉള്ളിലായാലും ഒരു വീട്ടിന്റെ ഉള്ളിൽ വിട്ട് 10 ദിവസം റെസ്റ്റ് ചെയ്യുക, കാശ് പോയാലും വേണ്ടില്ല എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഇന്നലെ ശിവദത്തൻ സാർ, ഇതിന്റെ പ്രസിഡന്റ്, ഞങ്ങളൊക്കെ വിളിച്ചിരിക്കുകയാണ്. കോളയാറ് സൈഡിൽ നമ്മുടെ ശിഖാ സുരേന്ദ്രന്, നമ്മുടെ കലക്ടർക്ക് ഒരു വീട് വേണം, ഹോം സ്റ്റേ തന്നെ വേണം. റിസോർട്ട് ഉണ്ട്, വേണ്ട,
മറ്റത് ഉണ്ടാവും ഒന്നും വേണ്ട, ആൾക്ക് ഹോം സ്റ്റേ വേണം. അപ്പൊ ഇതാണ് ഇദ്ദേഹം ഒരു ഗ്രാമത്തിലാണ്, എവിടെ പുള്ളിൽ നിന്നും കുറച്ച് എവിടെങ്ങനെയാണ് തുടങ്ങിയിരിക്കുന്നത്. നമുക്കിപ്പോ സിറ്റി തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, വളരെ ഉള്ളിൽ പോയാലും ഇപ്പൊ ജനങ്ങൾ മാറിക്കഴിഞ്ഞു. എല്ലാവർക്കും ട്രാവൽ ചെയ്യണം, വീക്കെൻഡ് ആയിരുന്നു ട്രാവൽ ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നു. പണ്ട് വിദേശികളും മാത്രമേ ചെയ്തിരുന്നുള്ളൂ, ഇപ്പൊ മലയാളികളും ആദ്യം വീട്ടിലിരിക്കുന്നതിന് പകരം പുറത്ത് പോകാനുള്ള ഒരു കൺസെപ്റ്റ് മാറിക്കഴിഞ്ഞു. അപ്പൊ എവിടെ തുടങ്ങിയാലും, ഇത് പഞ്ചായത്തിൽ തുടങ്ങിയാലും ഇപ്പൊ ആൾക്കാരെ അത് സിറ്റി തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. എന്റെ സിറ്റിയിൽ നിന്ന് മാറിയിട്ടാണ് 7 കിലോമീറ്റർ മാറിയിട്ടാണ് എന്റെ, എന്നാലും അവിടെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ സർവീസാണ്. ഞങ്ങളവിടെ ഒരു ചാവക്കാട് ഉള്ളിൽ പോയിട്ട് ഒരു വീട്ടിൽ കാവ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കാവ് എന്നാ പറയാം. ഒരു വീടിന്റെ ഉള്ളിലാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ സ്ഥലമില്ല, ഇരിക്കാൻ സ്ഥലമില്ല, കിട്ടാൻ സ്ഥലം ആകെ ഒന്നുമില്ല. ഒരു ചോറ് സാമ്പാർ ഒരു ഉപ്പേരി തന്നെ ചെയ്യണം. പക്ഷെ അത് ചെയ്യുന്ന രീതിയാണ്. ഞാൻ ഇന്നലെ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ 2:30 ഉണ്ടായി, ഭക്ഷണം ഇല്ല അവരുടെ കയ്യിൽ. എന്നിട്ട് അവസാനം പറഞ്ഞ് ഇരിക്കേ, ഉപ്പേരി ഒന്നും ഉണ്ടാവില്ല, സാമ്പാർ. ഞാൻ എൻ്റെ മകനുണ്ടാവില്ല, 2 പേര് ഞങ്ങൾ ഭക്ഷണം കഴിച്ചോ. എവിടെയാ? ഉള്ളിലാണ്. അപ്പോൾ വലിയ പരസ്യമില്ല, ഒന്നൊരു ബോർഡ് പോലും ഇല്ല. അപ്പൊ നമ്മളെവിടെ കൊടുക്കുന്ന സർവീസ് നല്ല സർവീസ് അവർ തിരിച്ചു വരുന്നത്. എനിക്കൊക്കെ റിപ്പീറ്റഡ് ഗസ്റ്റാണ്, ഒരുപാട് റിപ്പീറ്റഡ് ഗസ്റ്റ്. അവരെന്നെ മൗത്ത് ടു മൗത്താണ്. അപ്പൊ അത് കിട്ടും, അതിന്റെ പ്രശ്നം. ഞങ്ങളുടെ റിക്വസ്റ്റ് ഇത്രയ്ക്കേ ഉള്ളൂ, നിങ്ങൾ കൊടുക്കുക. ആരെങ്കിലും ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുക, അത്രേ ഉള്ളൂ. ജനങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഉപകാരമായിരിക്കും. കഴിഞ്ഞ ഇത് മാത്രമല്ല, ഹോം സ്റ്റേ മാത്രമല്ല, ഇതിനോടനുബന്ധിച്ച് ട്രാവൽസ് നടത്തുന്നവർക്കൊക്കെ നമുക്ക് ഈ ക്ലാസ് കൊണ്ട് ഉപകരിക്കുന്നുണ്ട്. പുതിയതായിട്ട് ഇറങ്ങി വരാൻ ഒക്കെ സംരംഭം തുടങ്ങാനായിട്ടുള്ളവർക്ക് ഫണ്ട് വരെ കൊടുക്കുന്ന ക്ലാസ് ആണത്. അത് ഫണ്ട് വേണോ, അതിനുള്ള ബാങ്ക് ഇപ്പൊ ഈ ആദ്യമായിട്ടാണ് ഈ തവണ ബാങ്കിന്റെ മാനേജർ ക്ലാസ് എടുക്കാൻ പറ്റും. അവര് പറഞ്ഞു ഞങ്ങൾ തരാന്ന് പറഞ്ഞ തുടങ്ങാൻ, ഹോം സ്റ്റേ തുടങ്ങാൻ. അതിപ്പോ പൊട്ടിപ്പൊളിഞ്ഞ ഒരു വീടാണെങ്കിലും അവർക്ക് ഈ സ്ഥാപനം തുടങ്ങാം, അതിനുള്ള സൗകര്യമുണ്ട്, സാമ്പത്തികം കൊടുക്കും. മനസ്സിലായി? അപ്പൊ ആയിക്കോട്ടെ, ഓട് മേഞ്ഞ ഒരു വീടാണ് ഹോം സ്റ്റേ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട്. താഴെ നമ്പറുകൾ ന്യൂസ് കൊടുക്കുമ്പോൾ താഴെ നമ്പർ 1-2 നമ്പർ വെച്ച് മൂന്നാണ് ഞങ്ങൾ 9400 അതിലുണ്ട് സാർ ആ നോട്ടീസിന്റെ 3 നമ്പർ. ഫസ്റ്റ് നമ്പർ പുഷ്പാങ്കനെയാണ്, രണ്ടാമത്തെ നമ്പർ എൻ്റെ, മൂന്നാമത്തെ എന്റെ നമ്പറാണ്. ഏതെങ്കിലും ഞങ്ങളിപ്പോ ഞാൻ പറഞ്ഞില്ലേ 3 പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടും ഒരു ഗുണം കിട്ടിയില്ല, ആളുകൾ അറിയുന്നില്ല. എന്നിട്ട് അവര് ന്യൂസ് വരുന്നുണ്ട്, അവര് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എവിടെ പോകുന്നുണ്ട്, ആരെ കാണുന്നത്, മുനിസിപ്പാലിറ്റിയിലും അവിടെ ഇവിടെ വിളിച്ചു ചോദിക്കാറ് എവിടെ ടൂറിസം ന്യൂസ് വന്നിരുന്നു, നല്ല ന്യൂസ് വന്നിരുന്നു. കൊടുക്കുന്നില്ല, അതാണ് പ്രശ്നം. ഏതെങ്കിലും ഒരു കോണ്ടാക്ട് നമ്പർ ഞങ്ങൾ കൊടുത്താലും ഞങ്ങൾക്ക് അത് ഞങ്ങൾക്കെന്നല്ല, ഈ ക്യാമ്പ് ഇപ്പൊ കളക്ടറൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങണേ, MLA ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അതിലൊരു പാർട്ടിസിപ്പേഷൻ കുറഞ്ഞു കഴിയുമ്പോൾ അവർക്കൊരു ഇതിനെ കുറിച്ചൊരു വേറെ പ്രശ്നം വരണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്